ഈ പേഷ്യൻറ്റിന് നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയായിരുന്നെങ്കിൽ ഏകദേശം 2.5 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് വന്നേനെ. മിനിമം പറയാം 1.5-2.5 ഇടയിൽ വന്നേനെ. അതായത് ഇത്ര ഏരിയ ആദ്യം ചെയ്യും, പിന്നെ ഇത്ര ഏരിയ ചെയ്യും, ടോട്ടൽ ഒരു 6,000-7,000 ഗ്രാഫ്റ്റ് വേണം. അതിന് മാത്രമുള്ള ഡോണർ ഏരിയ ഇല്ല. പക്ഷേ ഇദ്ദേഹം നമ്മുടെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല, അത്രയും പൈസ ഇറക്കാൻ താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും ഹെയർ വരുത്താൻ പറ്റുമെന്ന് നമ്മൾ ട്രൈക്കോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോളിക്കിൾസ് അടുത്തടുത്താണ്, എല്ലാ ഫോളിക്കിൾസും അടുത്തടുത്തുള്ളത്. അതായത് ഡിസ്റ്റൻസ് തമ്മിൽ ഫോളിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അങ്ങനെ ആയപ്പോൾ നമ്മൾ SCT ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, SCT ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സെഷൻ ഇത്രയും ഭാഗം, സെക്കൻഡ് സെഷൻ ഇത്രയും ഭാഗം, ബൂസ്റ്റർ മൊത്തത്തിൽ ചെയ്തു. ആകെ മൊത്തം അദ്ദേഹത്തിന് ചിലവായത് 17,500 മാത്രമാണ്. അതായത് 2 ലക്ഷം റുപ്യ ചിലവാവേണ്ടിയിരുന്ന ട്രാൻസ്പ്ലാന്റേഷൻ്റെ വെച്ച് നോക്കുമ്പോൾ 17,500 ആകെ ചിലവായത്. ഇദ്ദേഹത്തിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു, സെക്കൻഡ് സിറ്റിംഗ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴുള്ള ഫോട്ടോ ഇതാണ്. സെക്കൻഡ് സിറ്റിംഗ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇത് നിഴലാട്ടോ, നിങ്ങൾ ഇതായിട്ട് വിചാരിക്കേണ്ട, ഇത് നിഴലാണ്. ഇപ്പോൾ സെക്കൻഡ് സിറ്റിംഗ് ഒരാഴ്ച, ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടാവുക. സെക്കൻഡ് സിറ്റിംഗ് എടുക്കാൻ വന്നപ്പോഴുള്ള ഫോട്ടോ ആണിത്. ഓക്കെ, അത് കഴിഞ്ഞ് ബൂസ്റ്ററും കഴിഞ്ഞ് ഏകദേശം 90 ഡേയ്സ് ആയപ്പോൾ എനിക്ക് അതേ ഒരു ഫോട്ടോ അയച്ചിരുന്നു. അതാണ് ഈ ഫോട്ടോ. ഇതിൽ ഈ ഒരു ഏരിയയും കൂടി ഫില്ല് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു 2 മാസം കൂടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മെയിൻ്റെനൻസ് ബൂസ്റ്റർ എടുക്കാൻ പറഞ്ഞു. ഇത് 2 വർഷം മുന്നുള്ള പേഷ്യൻ്റ് കേട്ടോ, നമ്മുടെ 2 ഇയേഴ്സ് മുന്നേ ചെയ്ത ആളാണ്. അപ്പോൾ മെയിൻ്റെനൻസ് ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ പുള്ളി വന്ന് മെയിൻ്റെനൻസ് ബൂസ്റ്ററൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഈ അടുത്ത് റീസൺലി ഒന്ന് പുള്ളി വന്നിരുന്നു, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ചേഞ്ച്. റീസെൻ്റ്ലി വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇത്രയും ഏരിയ ഫില്ലായിട്ടുണ്ട്, ഇച്ചിരി ഏരിയയും കൂടി അവിടെ ഫില്ല് ചെയ്യാണ്ട്, അത് റെഡി ആയിക്കോളും. അത് മീൻസ് 50 വയസ്സുണ്ട്, 51 വയസ്സുണ്ട്, ഇത്രയും കൂടി ഫില്ല് ചെയ്യാനുള്ളൂ. എവിടെയായിരുന്നു ആളെ ആദ്യത്തെ അവസ്ഥ എന്ന് ആലോചിക്കണം. ഇത്രയും ഫില്ലായി. അദ്ദേഹം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത്രയും ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ നിങ്ങളുടെ വീഡിയോസിൽ പോയി നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് റിവ്യൂസിൽ കാണാൻ പറ്റും ആ വീഡിയോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, വെറും 17,500 ഈ വ്യക്തിക്ക് ഇത്രയും ഹെയർ കിട്ടിയത്. എവിടെയായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ ഒരവസ്ഥ നോക്കൂ. ഇവിടെ നിന്ന് ആണ് നമുക്ക് ഇത്രയും ഹെയർ വരുത്തിക്കാൻ പറ്റിയത്. അപ്പോൾ 2 സിറ്റിംഗ്, ഒരു ബൂസ്റ്ററും പിന്നെ ഒരു മെയിൻ്റനൻസ് ബൂസ്റ്റർ. ഇത് ഫില്ല് ചെയ്യാൻ കുറച്ച് ഏരിയാസ് നേരത്തെ ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ അതോ SCT ചെയ്യണോ എന്നുള്ളതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. താങ്ക് യു.